നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ വെള്ളക്കെട്ടിലായി വിവിധ നഗരപ്രദേശങ്ങൾ. ആലപ്പുഴ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ക്യാമ്പുകളുടെ എണ്ണവും വർദ്ധിച്ചു. പേവിഷബാധ അതീവ മാരക രോഗമായതിനാൽ അതിനെതിരെ പ്രതിരോധവും ജാഗ്രതയും പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. വീടുകളിൽ വളർത്തുന്ന നായ, പൂച്ചയടക്കം പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ നൽകിയിട്ടില്ല എങ്കിൽ പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരം 2000 രൂപ വരെ പിഴ ഈടാക്കാവുന്ന കുറ്റകൃത്യമാണെന്നും അധികൃതർ. കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ വിരമിച്ച ജീവനക്കാർക്ക് യാത്രയപ്പും SSLC+2 ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ ജലാശയങ്ങളിലും തോടുകളിലും കായലുകളിലും സർവീസ് നടത്തുന്ന ഷിക്കാര വള്ളങ്ങളുടെയും ചെറുവള്ളങ്ങളുടെയും സഞ്ചാരം ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവ്. മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ച് നാളെയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരേണ്ടവരാണ് വിദ്യാർത്ഥികളെന്ന് സബ് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ന്യൂസ് സ്റ്റാർ ചാനലും ടെസ്ല ഇന്റഗ്രേറ്റഡ് സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റേറിയനും എഴുത്തുകാരനും വാഗ്മിയുമായിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ 4ാം ചരമവാർഷിക ദിനാചരണം നടത്തി. RJD SC/ST സെന്റർ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ വെള്ളക്കെട്ടിലായി വിവിധ നഗരപ്രദേശങ്ങൾ. ആലപ്പുഴ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ക്യാമ്പുകളുടെ എണ്ണവും കൂടുന്നു. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ വെള്ളക്കെട്ടിലായി വിവിധ നഗരപ്രദേശങ്ങൾ. ആലപ്പുഴ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ക്യാമ്പുകളുടെ എണ്ണവും കൂടുന്നു. വെള്ളിയാഴ്ച രാവിലെ മുതൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും അർദ്ധരാത്രിയോടെ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴ വീണ്ടുമെത്തി. ഇതോടെ വെള്ളക്കെട്ടിന് അല്പം ശമനം ലഭിച്ച പ്രദേശങ്ങളിൽ വീണ്ടും വെള്ളക്കെട്ട് രൂക്ഷമാവുകയായിരുന്നു. വെള്ളത്തിന്റെ നീരൊഴുക്ക് സുഗമമായി നടക്കാത്തതാണ് പല പ്രദേശങ്ങളിലെ വീടുകളും വെള്ളത്തിലാകാൻ കാരണം. വെള്ളം ഒഴുകിപ്പോകേണ്ട ഓടകളിലും ചെറുതോടുകളിലും മാലിന്യം കുന്നുകൂടിയതും നീരൊഴുക്ക് തടഞ്ഞ് വെള്ളക്കെട്ടിന് കാരണമായിട്ടുണ്ട്. വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയവരിൽ പലരും വെള്ളിയാഴ്ചയോടെ ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് തിരികെ പോയിരുന്നു. എന്നാൽ രാത്രിയോടെ മഴ കനത്തതോടെ വീണ്ടും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിക്കേണ്ട അവസ്ഥയിലായിരുന്നു നഗരപ്രദേശങ്ങളിലെ വീട്ടുകാർ. വരും ദിവസങ്ങളിലും മഴയുടെ ശക്തി വർദ്ധിച്ചാൽ ഇനിയെന്ത് എന്ന ചിന്തയിലാണ് ഓരോ നഗരവാസികളും കഴിയുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പേവിഷബാധ അതീവ മാരക രോഗമായതിനാൽ അതിനെതിരെ പ്രതിരോധവും ജാഗ്രതയും പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പേവിഷബാധ അതീവ മാരക രോഗമായതിനാൽ അതിനെതിരെ പ്രതിരോധവും ജാഗ്രതയും പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗമായ പേവിഷബാധയുടെ പ്രധാന രോഗവാഹികൾ നായകളാണ്. തെരുവ് നായകളിൽ നിന്നും മാത്രമല്ല വളർത്തുമൃഗങ്ങളിൽ നിന്നും പേവിഷബാധ ഉണ്ടാകാം. പൂച്ച, കുറുക്കൻ, അണ്ണാൻ, വവ്വാൽ തുടങ്ങിയവയും രോഗവാഹകരിൽപ്പെടും. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീരിൽ കാണുന്ന പേവിഷബാധയുടെ വൈറസുകൾ മൃഗങ്ങളുടെ കടി, മാന്തൽ, പോറൽ എന്നിവയിലൂടെ ശരീരത്തിലെത്തി സുഷുമ്നാ നാഡിയെയും തലച്ചോറിനെയും ബാധിക്കുന്നു. തലവേദന, ക്ഷീണം, നേരിയ പനി, കടിയേറ്റ ഭാഗത്ത് അനുഭവപ്പെടുന്ന വേദന, തരിപ്പ് എന്നിവയാണ് പ്രാരംഭ രോഗലക്ഷണങ്ങൾ. പിന്നീട് വെളിച്ചം, വായു, വെള്ളം എന്നിവയോടുള്ള ഭയം പ്രത്യക്ഷമാകും. തൊണ്ടയിലെ പേശികൾക്കുണ്ടാകുന്ന അനിയന്ത്രിതമായ സങ്കോചം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാവാൻ 2 മുതൽ 3 മാസം വരെ എടുത്തേക്കാം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇത് ഒരാഴ്ച മുതൽ 1 വർഷം വരെയും ആകാം. രോഗവാഹകരായ വളർത്തുമൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നത് രോഗപ്രതിരോധത്തിൽ പ്രധാനമാണ്. വളർത്തുമൃഗങ്ങൾക്ക് 3 മാസം പ്രായമായാൽ ആദ്യ കുത്തിവയ്പ് എടുക്കണമെന്നും പിന്നീട് ഓരോ വർഷ ഇടവേളയിൽ പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്നും അധികൃതർ പറഞ്ഞു. പേവിഷബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇല്ലാത്തതിനാൽ കടിയോ മാന്തലോ പോറലോ ഏറ്റാൽ കുത്തിവയ്പ് എടുക്കേണ്ടത് അനിവാര്യമാണെന്നും വീട്ടിൽ വളർത്തുന്ന നായ, പൂച്ച എന്നിവയ്ക്ക് പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ നൽകിയിട്ടില്ലെങ്കിൽ പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരം 2000 രൂപ വരെ പിഴ ഈടാക്കാവുന്ന കുറ്റകൃത്യമാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ കൂട്ടിച്ചേർത്തു. കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ വിരമിച്ച ജീവനക്കാർക്ക് യാത്രയപ്പും SSLC+2 ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ CI2വിന്റെ ആഭിമുഖ്യത്തിൽ വിരമിച്ച ജീവനക്കാർക്ക് യാത്രയപ്പും SSLC+2 വിജയികൾക്ക് അനുമോദനവും നൽകി. B. ശശികുമാർ, C. മണി, CK ശോഭ, ശ്രീദേവി അമ്മ, സൂസമ്മ, സരസ്വതി എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. അമ്പലപ്പുഴ MLA H. സലാം യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ കൂടെ അപ്പോൾ ഓരോ ആളുകളുടെയും ജീവിതത്തിൽ മറ്റേതൊരു ഇടത്ത് സമയം ചെലവഴിക്കുന്നതിനാൽ കൂടുതൽ സമയം നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്താണ്. അപ്പം അവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടി ഒന്ന് അത്യാവശ്യം ഒരു സ്നേഹവർത്തമാനൊക്കെ പറഞ്ഞ് പിരിയുക എന്നുള്ളത് ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ്. പിരിയുമ്പോൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ തോന്നും, പക്ഷേ നിയമപരമായി പിരിഞ്ഞു പോയേ പറ്റുള്ളൂ. അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ പോകുമ്പോഴും സന്തോഷപ്രദമായി, കാരണം തൻ്റെ അധ്വാനത്തിനൊരു മൂല്യവും അർത്ഥവും കൽപ്പിച്ചാണ് ഞാൻ മടങ്ങിയത് എന്നൊരു ബോധം അറിയാതെ മനസ്സിൽ ജനിക്കുന്ന ഒരു കാര്യമാണ് ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത. പറവൂരിലെ കൺസ്യൂമർ ഫെഡ് റീജിയണൽ ഓഫീസിന് സമീപം ചേർന്ന പരിപാടിയിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് S. സുരേഷ് അധ്യക്ഷത വഹിച്ചു. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ A. ഓമനക്കുട്ടൻ, അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കുരുവിള C. മാത്യു, സംസ്ഥാന കമ്മിറ്റി അംഗം K. മിനിമോൾ, CI2 ഏരിയ പ്രസിഡന്റ് VK ബൈജു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി C. ജയശ്രീ, റീജിയണൽ മാനേജർ P. സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി A. അജയ്കുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ജില്ലയിലെ ജലാശയങ്ങളിലും തോടുകളിലും കായലുകളിലും സർവീസ് നടത്തുന്ന ഷിക്കാര വള്ളങ്ങളുടെയും ചെറുവള്ളങ്ങളുടെയും സഞ്ചാരം ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. ജില്ലയിലെ ജലാശയങ്ങളിലും തോടുകളിലും കായലുകളിലും സർവീസ് നടത്തുന്ന ഷിക്കാര വള്ളങ്ങളുടെയും ചെറുവള്ളങ്ങളുടെയും സഞ്ചാരം ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. ഉത്തരവ് കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി, JD, LSGD എന്നിവർ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതോടൊപ്പം ജില്ലയിൽ സർവീസ് നടത്തുന്ന ഹൗസ് ബോട്ടുകൾ ഉൾപ്പെടെയുള്ള ബോട്ടുകൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ച് നാളെയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരേണ്ടവരാണ് വിദ്യാർത്ഥികളെന്ന് സബ് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ന്യൂസ് സ്റ്റാർ ചാനലും ടെസ്ല ഇന്റഗ്രേറ്റഡ് സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ NGO യൂണിയൻ ഹാളിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. മാനുഷിക മൂല്യങ്ങൾക്ക് വിലകൽപ്പിച്ച് നാളെയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരേണ്ടവരാണ് വിദ്യാർത്ഥികളെന്ന് സബ് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി അഭിപ്രായപ്പെട്ടു. പ്രാദേശിക മാധ്യമരംഗത്തെ നിറസാന്നിധ്യമായ ആലപ്പുഴ ന്യൂസ് സ്റ്റാർ ചാനലും പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ടെസ്ല ഇന്റഗ്രേറ്റഡ് സ്കൂളും സംയുക്തമായി SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കുട്ടികൾക്കായി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രമോദ് മുരളി. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ ന്യൂസ് സ്റ്റാർ ചാനൽ ഡയറക്ടർ CA11 അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ഉപാധ്യക്ഷൻ PSM ഹുസൈൻ എന്നിവർ മുഖ്യാതിഥികളായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, MG സതീദേവി, നസീർ പുന്നക്കൽ, കൗൺസിലർമാരായ സിമി ഷാഫി ഖാൻ, B നസീർ, നജിദ ഹാരിസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സ്റ്റാർ ബ്യൂറോ ചീഫ് ആൻഡ് പ്രോഗ്രാം കോർഡിനേറ്റർ ഫിറോസ് അഹമ്മദ് സ്വാഗതവും ടെസ്ല ഇന്റഗ്രേറ്റഡ് സ്കൂൾ ഡയറക്ടർ A നൗഫൽ നന്ദിയും പറഞ്ഞു. നഗരത്തിൽ നിന്നും ഉയർന്ന മാർക്കോടെ MBBS പാസ്സായ ഡോക്ടർ ഫാത്തിമ, ഡോക്ടർ ഷൈമ എന്നിവരെ സബ്ജക്ട് പ്രമോദ് മുരളി ആദരിച്ചു. അനുമോദന ചടങ്ങിന് മുന്നോടിയായി പ്രമുഖ കരിയർ ഗൈഡൻസ് വിദഗ്ധൻ സുധീർ പൊറ്റക്കാടിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പാർലമെന്റേറിയനും എഴുത്തുകാരനും വാഗ്മിയുമായിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ 4ാം ചരമവാർഷിക ദിനാചരണം നടത്തി. RJD SC/ST സെന്റർ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പാർലമെന്റേറിയനും എഴുത്തുകാരനും വാഗ്മിയുമായിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ 4ാം ചരമവാർഷിക ദിനാചരണം നടത്തി.
RJD SC/ST സെന്റർ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വീരസ്മൃതി അനുസ്മരണം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ എല്ലാ ജീവിത തലങ്ങളെയും സ്വാധീനിക്കപ്പെടുന്ന ഒന്നാണ് എന്ന കൃത്യമായ ധാരണയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വൈവിധ്യം കാണാൻ പറ്റും. പക്ഷേ എല്ലാ രാഷ്ട്രീയ നേതാക്കളും കാണാപ്പെട്ടത് കാര്യമില്ല. ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യം നോക്കിയാലും പരിസ്ഥിതി സംരക്ഷകനാണ്. അതിനുവേണ്ടിയുള്ള ശക്തമായ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്നയാളാണ്. പിന്നോക്ക ദളിത് വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ നോക്കിയാൽ ആ ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി ശക്തമായി നിലകൊള്ളുന്നയാളാണ്. സാഹിത്യ മേഖലയിൽ അദ്ദേഹം സംഭാവന നോക്കിയാൽ അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു ചാരുത നോക്കിയാൽ പ്രഭാഷകനാണ്. എല്ലാ നിലയും അത്രത്തോളം ശ്രദ്ധേയമായി ഏതെല്ലാം നിലയിൽ ഒരാളെ നമ്മൾ വീക്ഷിച്ചാലും ആ വീക്ഷണകോണിൽ നിന്നാണ് അതിലെല്ലാം ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വമായി അദ്ദേഹത്തിന് വ്യക്തിത്വം കാണാം. അമ്പലപ്പുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ RJD SC/ST സെന്റർ സംസ്ഥാന പ്രസിഡന്റ് EK സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. RJD സംസ്ഥാന സെക്രട്ടറി A. റബീജ, M. മനു, കുഞ്ഞൻ ശശി, PKP രവീന്ദ്രൻ, ജമാൽ പള്ള തുരുത്തി, R. ഉഷാകുമാരി, സ്മിത S. മുണ്ടകത്തിൽ, ബിജു ചരൂപുരയിടം, മോഹൻ C. അറവുന്തറ തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണ സമ്മേളനത്തെ തുടർന്ന് SSLC+2 ഉന്നത വിജയികൾക്ക് അനുമോദനവും വേദിയിൽ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ വെള്ളക്കെട്ടിലായി വിവിധ നഗരപ്രദേശങ്ങൾ. ആലപ്പുഴ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ക്യാമ്പുകളുടെ എണ്ണവും വർദ്ധിച്ചു. പേവിഷബാധ അതീവ മാരക രോഗമായതിനാൽ അതിനെതിരെ പ്രതിരോധവും ജാഗ്രതയും പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. വീടുകളിൽ വളർത്തുന്ന നായ, പൂച്ചയടക്കം പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ നൽകിയിട്ടില്ല എങ്കിൽ പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരം 2000 രൂപ വരെ പിഴ ഈടാക്കാവുന്ന കുറ്റകൃത്യമാണെന്നും അധികൃതർ. കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ വിരമിച്ച ജീവനക്കാർക്ക് യാത്രയപ്പും SSLC+2 ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ ജലാശയങ്ങളിലും തോടുകളിലും കായലുകളിലും സർവീസ് നടത്തുന്ന ഷിക്കാര വള്ളങ്ങളുടെയും ചെറുവള്ളങ്ങളുടെയും സഞ്ചാരം ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവ്. മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ച് നാളെയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരേണ്ടവരാണ് വിദ്യാർത്ഥികളെന്ന് സബ് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ന്യൂസ് സ്റ്റാർ ചാനലും ടെസ്ല ഇന്റഗ്രേറ്റഡ് സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റേറിയനും എഴുത്തുകാരനും വാഗ്മിയുമായിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ 4ാം ചരമവാർഷിക ദിനാചരണം നടത്തി. RJD SC/ST സെന്റർ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.